ഹലോ, ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് മുറ്റത്തിറങ്ങി. അതായത് കറിവേപ്പില പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പം പേരക്കൊക്കെ നല്ലപോലെ വണ്ണം വെച്ച് മൂത്ത് വരുന്നുണ്ട്. കിളികൾക്ക് വേണ്ടതൊക്കെ തിന്ന് പോകുന്നുണ്ട്. പിന്നെ അങ്ങനെ ഞാൻ കറിവേപ്പില പൊട്ടിച്ചിട്ട് വരുന്ന വഴി നമ്മുടെ റംബൂട്ടാൻ ലാസ്റ്റ് ഒന്നുണ്ടായിരുന്നു, അതും ഇങ്ങ് പറിച്ചെടുത്തു. നല്ല വലിപ്പം വെച്ചിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ? അടിപൊളിയാണ്. ഇമാതിരി വലിപ്പം വയ്ക്കുന്നതാണ് ഗൈസ് കുറേ അടിഞ്ഞു പോയത്. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കറിയാണ് കേട്ടോ. കടലക്കറി എന്ന് വെച്ചാൽ ഒരു ഒന്നൊന്നര കടലക്കറിയാണ്. ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ തിക്നെസ്സിൽ നല്ല ഗ്രേവിയും നല്ല അടിപൊളി ടേസ്റ്റുമായ കടലക്കറിയാണ്. തേങ്ങാപ്പാലും ഒന്നും ചേർക്കാതെ ഇത്രയും നല്ല തിക്നെസ്സിൽ കിട്ടുവാൻ വേണ്ടിയിട്ട് ഞാനൊരു ട്രിക്കും കൂടി ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ട്രിക്കെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. വീഡിയോ എടുക്കാൻ എടുത്തില്ല, സമയം കിട്ടിയില്ല. അപ്പം കടല, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി മസാലപ്പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, പിന്നെ ഉള്ളി, പച്ചമുളക്, തക്കാളി ഒക്കെ ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് വേവിക്കാൻ വയ്ക്കുക. നല്ലപോലെ വെന്തതിൻ്റെ ശേഷം വെന്ത കടല തണിഞ്ഞതിൻ്റെ ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതിൽ നിന്ന് ലേശം കടല എടുത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ തൂമ്പിക്കൂലേ, കാച്ചെന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരു മൺചട്ടി വെച്ചു ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ നല്ലപോലെ ചൂടായി വന്നു, കടുകിട്ടു, പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് പൊട്ടി വന്നപ്പോൾ നമ്മൾ അരച്ച് വെച്ച ഈ കൂട്ടിലെ കടലക്കൂട്ട് അതും അതിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ല രണ്ട് തിളക്കുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച കടലയും കൂടി ചേർത്ത് കൊടുക്കാം.